ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. സേമിയവും ക്യാരറ്റും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി പായസം എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി കൂടിയാണിത്. അപ്പോൾ അതിനു മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് ഇതേപോലെ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ആ സമയം നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ നെയ്യൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 1/4 കപ്പോളം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ രീതിയിലൊന്ന് കാഷ്യൂനട്ടൊന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് 2 ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സേമിയയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെയ്യ് തന്നെ അതിലുള്ള ആ ഒരു നെയ്യിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 300 ഗ്രാം സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് ഇതിലൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ കളർ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കുക. ചെറിയ രീതിയിലൊന്ന് കളർ മാറി വന്നാൽ മതി. അപ്പോൾ കളർ വല്ലാതെ രീതിയിലൊന്ന് മാറുന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 2 ലിറ്റർ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ചൂടാറിയിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് വലിയൊരു പാത്രം തന്നെ എടുത്ത് വെക്കുക. എന്നാലാണ് ഇനി ഇതിലേക്ക് നമുക്ക് സേമിയയും ക്യാരറ്റ് ജ്യൂസും എല്ലാം കൂടെ വരാനുള്ളതാണ്. അപ്പോൾ അതിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ക്യാരറ്റ് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതും നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഒരു 150 ഗ്രാം ചവ്വരി നല്ല രീതിയിൽ വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചവ്വരി വേവിച്ചിട്ട് നല്ല തണുത്ത വെള്ളം മേലക്കൂടെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ പശയൊക്കെ ഒന്ന് മാറി കിട്ടും. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്ത് മാറ്റി വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്താൽ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പായസം നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതായത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1.5 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അധികം കട്ടിയല്ലാത്ത രൂപത്തിൽ തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്ത് വെക്കണം. കാരണം ചൂടാറിയതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് കട്ടി കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരിയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി കട്ടി കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പാകത്തിന്. അതല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അതല്ലാതെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഇതാ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തിയുമായിട്ടുള്ള ക്യാരറ്റ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി കൂടിയാണിത്. അധികം സമയമൊന്നും എടുക്കാതെ തന്നെ പെട്ടെന്ന് നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു പായസം റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.